പാലാ പൂവരണിയിൽ 5 പേരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഗൃഹനാഥൻ തൂങ്ങി മരിച്ച നിലയിലും ഭാര്യയെയും കുട്ടികളെയും തൂങ്ങി മരിച്ചതിന് താഴെ കട്ടിലിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഭാര്യയും മക്കളെയും കൊന്ന ശേഷം ഭർത്താവ് ജെയ്സൺ തൂങ്ങി മരിച്ചതാണെന്നാണ് കരുതുന്നത്. 4 വയസ്സിൽ താഴെയുള്ള 3 കുട്ടികളാണ് മരണപ്പെട്ടത്. ഭാര്യ മരീനയും 4 വയസ്സും 2 വയസ്സും 7 മാസവും മാത്രം പ്രായമുള്ള ജെറാൾഡ്, ജെറീന, ജെറിൽ എന്നീ കുട്ടികളുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അതിദാരുണമായ കാഴ്ചയാണ് വീടിനുള്ളിൽ കാണാനായത്. രാവിലെ 9 മണിയോടെയാണ് ഈ കൂട്ട കൊലപാതകവും ആത്മഹത്യയും നാട്ടുകാർ കണ്ടെത്തുന്നത്. സംഭവം അറിഞ്ഞ് 100 കണക്കിന് ആളുകളാണ് പ്രദേശത്തേക്ക് ഓടിയെത്തുന്നത്. പാലാ പോലീസ് ആദ്യം സ്ഥലത്തെത്തി. തുടർന്ന് കോട്ടയത്ത് നിന്നും മറ്റ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ഫോറൻസിക് വിദഗ്ധരും ചേർന്ന് കൊലപാതക കാരണവും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ്. പാലാ പൊൻകുന്നം റോഡിൽ വിളക്കുമരുന്ന് ജംഗ്ഷന് സമീപമുള്ള കൊച്ചുകൊട്ടാരം ഭാഗത്താണ് ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള ഈ വീട്ടിലാണ് ഈ അതിദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. ദാരുണമായ സംഭവമാണ് ഇന്ന് പൂവരണി നിവാസികൾ രാവിലെ 9 മണിക്ക് ശേഷം കേട്ടത്. ഭർത്താവ് തൂങ്ങി മരിച്ച നിലയിലും ഭാര്യയെ മൃഗീയമായി ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയ രീതിയിലും 3 മക്കളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ രീതിയിലുമാണ്. ഒരു കട്ടിലേലാണ് 4 പേരുടെ മൃതദേഹം കിടക്കുന്നത്. ആ കട്ടിലിന് മേളിൽ തന്നെയാണ് ഭർത്താവ് തൂങ്ങി മരിച്ച നിലയിൽ നിൽക്കുന്നത്. വാടക വീട്ടിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ പൂർണിയിൽ തന്നെയുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരനായിരുന്നു ഇദ്ദേഹം. മറ്റ് പ്രശ്നങ്ങൾ എന്താണെന്നുള്ള കാര്യം നാട്ടുകാർക്കൊന്നും അറിയത്തില്ല. പക്ഷേ ഇവരിവിടെ താമസം തുടങ്ങി ചേരാൻ 15 മാസമായിട്ടുള്ളൂ. 2 പേരുടെയും വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരാൾ മീനച്ചിൽ പഞ്ചായത്തിലും ഭർത്താവിൻ്റെ വീട് അകരകുന്നം പഞ്ചായത്തിലുമാണ്. അപ്പോൾ ആ നിലയ്ക്ക് വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. Hehehehe